ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് അല്ലേ, കൊങ്ങിണി പൂക്കൾ. അപ്പോൾ അത് എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. അപ്പോൾ എല്ലാവരുടെ കയ്യിലും അത് ഒരു ചെടിയെങ്കിലും ഉണ്ടാവാതിരിക്കില്ല, ഒരു കളറെങ്കിലും നമ്മളെ കയ്യിൽ ഉണ്ടാവാതിരിക്കില്ല. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കളറാണ് യെല്ലോ, പിന്നെ ഈ ഒരു വയലറ്റ്, വൈറ്റ്, റെഡ്, പിന്നെ തട്ടായിട്ട് ഡബിൾ ഷെയ്ഡൊക്കെ ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് നമുക്ക് കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിപൊളി അറേഞ്ച്മെൻറ്റ് ഞാൻ കണ്ടു കേട്ടോ. അപ്പം ശരിക്കും പറയാൻ വെച്ചാൽ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാനെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തു. ഒരു സ്ഥലത്ത് പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇടണം തോന്നി. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഗാലറി നോക്കിയപ്പം ഇതിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട് ഈ കൊങ്ങിണി പൂക്കൾ. അപ്പോൾ ഇതിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. കുറേ ഹാങ്ങിങ് ബാസ്ക്കറ്റ്സിലാണ് കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു വയലറ്റ് കളറ് ഒരുപാട് സ്ഥലത്ത്, അതായത് ഒരുപാട് ഏരിയ ആയിട്ട് ഒരു വാള് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടു ഇൻഫിനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേറെ ചെടി അത് പിടിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് പിടിപ്പിച്ചിട്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും കണ്ടാൽ മനസ്സിലാവില്ല അതെങ്ങനെയാണ് അവർ പിടിപ്പിച്ചതെന്ന്. എത്ര പടർത്തിയാലും നമുക്ക് ഇങ്ങനെ പടർന്ന് കിട്ടില്ലല്ലോ. അപ്പോൾ അത് ഞാൻ കാണിക്കാം, അതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അവർ മറ്റുള്ള ചെടികൾ പിടിപ്പിക്കുന്ന ഒരു ഇത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അങ്ങനെ തന്നെയാണ് അവരിത് നട്ടിട്ടുള്ളത്. പല രീതിയിലും ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഗ്രൗണ്ട് കവറൊക്കെ ആയിട്ട് ഇതൊക്കെ ഒരു ഗ്രൗണ്ട് കവർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ലോൺ പോലെയുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ അടുപ്പിച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മറ്റേത് ഹാങ്ങിങ് ബാസ്ക്കറ്റ്സിൽ. അപ്പം നമുക്ക് ശരിക്കും പല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെ കയ്യിൽ എന്തായാലും തൈകൾ ഉണ്ടാകും അല്ലേ. അപ്പം ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ നല്ല ഹാങ്ങിങ് ചട്ടിയിൽ ആക്കിയിട്ട് വെച്ചോളൂ കേട്ടോ. നല്ല ഭംഗിയാണ്. അതിപ്പം വയലറ്റ്, വൈറ്റ്, യെല്ലോ അതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ കുറേ ഏരിയ ഉള്ളൊരു സ്ഥലമാണ്. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ചെടി. അപ്പോൾ ഇത് വേഗം പിടിച്ച് കിട്ടും. മറ്റേത് നമ്മളൊന്ന് പിടിപ്പിച്ചതിൻ്റെ ശേഷം അങ്ങനെ ഒരു മതിലിൻ്റെ മേലെ ഗ്യാപ്പ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ട് അടുപ്പിച്ചാണ് തൈകൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്ര ഭംഗിയായിട്ട് ഒരു വോള് പോലെ ഒരുപാട് ഏരിയയിലേക്ക് അത് പടർന്ന് പിടിക്കുക ചെയ്യുക. അപ്പോൾ നമ്മളെ വെർട്ടിക്കൽ ഗാർഡൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുത്തി പിടിപ്പിച്ചാൽ കുറച്ച് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അത് അടുത്തേക്ക് ഇങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇതിങ്ങനെ നല്ല വോളായിട്ട്, അപ്പോൾ ശരിക്കും നമുക്കൊരു ഐഡിയ വരും ഇങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്നും കൂടി വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ നടുന്ന രീതി നമുക്ക് ഓൾറെഡി അറിയാം. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് പിടിപ്പിക്കുന്നത്, അതായത് വേര് പിടിപ്പിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മളിതിന് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ആദ്യം തന്നെ അടിവളം നല്ല ഉഷാറായിരിക്കണം. അതായത് വേര് പിടിപ്പിച്ചതിന് ശേഷം കുറേ എണ്ണം വേര് കുത്തി പിടിപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ അറേഞ്ച്മെൻറ്റിലേക്ക് വെക്കുമ്പം അതിൽ നല്ല രീതിക്ക് വളം, അതായത് നല്ലോണം എല്ലുപൊടിയും ചാണപ്പൊടിയൊക്കെ വേര് വന്നതിന് ശേഷം കേട്ടോ ഞാൻ പറയുന്നത്, ചാണപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് നന്നായിട്ട് നനച്ച് കൊടുക്കുക. ഒന്ന് വേഗം പിടിക്കണ വരെ കേട്ടോ. പിന്നെ നമ്മൾ മാസത്തിൽ ഒരിക്കൽ തീർച്ചയായിട്ടും നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യണം. NPK ഒക്കെ അടിച്ചു കൊടുക്കണമെങ്കിൽ നല്ല രീതിക്ക് ഫ്ലവർ ചെയ്യും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു വാട്ടം വരും കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിനൊരു വാട്ടം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഇങ്ങനെ ഈ വേനൽ സമയത്തൊക്കെ ആണെച്ചാലും ഏത് സമയത്തും പൂവിടുന്നൊരു ചെടിയാണ് ഈ കൊങ്ങിണി പൂക്കൾ, നമ്മൾ ലാന്റാന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെടി. ശരിക്കും പറയാന്ന് വെച്ചാൽ ഇത് ഞാൻ സ്ലോ മോഷനിലൊക്കെ എടുത്താട്ടോ. നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചോളൂ. എന്തായാലും എനിക്കിതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടും മതിയാവുന്നില്ല. അത്രയ്ക്ക് ഭംഗിയാണ്. നിങ്ങൾക്കും നിങ്ങളെ വീട്ടിൽ നമുക്കൊക്കെ ഒരു ഏരിയ, ഒരു കുഞ്ഞു വോൾഡ് ഏരിയ ഒക്കെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രസമല്ലേ ശരിക്കും. അത് ഒറ്റ തൈയല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഒരുപാട് തൈ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റി നോക്കാനൊന്നും പറ്റില്ല. വെച്ചാൽ അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചതിനെ കൊണ്ട് അത് തൊടാൻ പോലും നമുക്ക് തോന്നിയില്ല. അപ്പോൾ ഞാനൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ നിന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക, ഒരു എൻഡ് മുതൽ ഒരു എൻഡ് വരെ ഇങ്ങനെ കാണാതെ വെച്ചിരിക്കുക. അത്രയും ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു, ഒരു ചെറിയ തട്ട് പോലെ ആക്കി വെച്ച് അതിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുത്തി പിടിപ്പിക്കുക ചെയ്തത്. പിന്നെ ഒരു 10 എണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാടെണ്ണം പടർന്ന് പിടിക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാത്രമല്ല നല്ല വെയിലാണ്, വെയിൽ കിട്ടുന്ന സ്ഥലമാണ് ഈ ചെടി വെച്ചിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വെയിലിൻ്റെ ഒരു ഇതിനും കൊണ്ട് മാത്രമാണ് ഇത്രയേറെ പൂക്കൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അത്ര രസത്തിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് കട്ട് ചെയ്തിട്ടും ട്രിം ചെയ്തിട്ടും അതല്ലാതെ ഇത്രയേറെ പൂക്കൾ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് രാവിലെയും ഒന്ന് വൈകിട്ടും നമ്മൾ നന്നായിട്ട് നനച്ചിരിക്കണം. അതിപ്പോൾ എല്ലാ ചെടികളും അങ്ങനെ തന്നെ നമ്മൾ നനച്ചാൽ മാത്രമേ നമുക്ക് ഇത്രയേറെ പൂക്കളും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും. നമുക്ക് ഈ വെർട്ടിക്കൽ ഗാർഡൻ ഇപ്പോൾ ചിലപ്പം വെർട്ടിക്കൽ ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ചെടികൾ വെർട്ടിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഫില്ല് ചെയ്യാൻ അങ്ങനെയും ഒരു ഐഡിയ നമുക്ക് ചെയ്യാം.
ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്കൊന്ന് ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളും ചെയ്യും. കഴിയുന്നത് നമ്മൾ വേഗം എന്താണ് ഹാങ്ങിങ് ബാസ്ക്കറ്റ്സിലാക്കി വെക്കാനും നോക്കാം. ഇവിടെ ഈ ചെടികളൊന്നുമല്ല കേട്ടോ, ഒരുപാട് വേറെ ചെടികളുണ്ട്. അത് പറ്റുകയാണെന്ന് വെച്ചാൽ ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ച് വീഡിയോസും കൂടി ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിത് ലാൻറ്റാന മാത്രം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലിപ്പോൾ ഒരുപാട് കളേഴ്സ് ഉണ്ട്. എൻ്റെ അടുത്ത് ഇതിലല്ലാതെ വേറെ 2-3 കളേഴ്സും കൂടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അടുത്ത് കളക്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാം. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ എവിടുന്നാണ് ഈ ഇത്രയും തൈകൾ ഇങ്ങനെ വരുന്നതെന്ന് തന്നെ നമുക്ക് തോന്നി. ആദ്യം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെയാണ് ഞാൻ വേറൊരു സെക്ഷനിലേക്ക് പോയപ്പോഴാണ് മറ്റ് ചെടികൾ അവർ അറേഞ്ച് ചെയ്തിട്ട് അത് ഫില്ലാവാത്ത ഭാഗങ്ങളുണ്ടല്ലോ, അപ്പോൾ അവരതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് മനസ്സിലായി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഇതുപോലെ ലാൻറ്റാന ചെടികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിപ്പിച്ച് വെച്ചോളൂ. നമുക്കും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് സൂപ്പറാക്കി വെക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.